അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വോട്ട് ഐ ഈറ്റിനെ ഡേ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം കുറേ നാളായി നാട്ടിലുണ്ടായിരുന്നപ്പോഴെല്ലാം ചെയ്യുന്ന സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം മുതലേ ഷൂട്ട് ചെയ്തു. നല്ല ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്, ഒരു 10:30-11 മണിയായി കാണും. എന്നിട്ടും ഉറക്കം മാറിയില്ല. ഞാൻ ഇരുന്നിങ്ങനെ കിളി പറന്നണക്കിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇരുന്നിട്ട് വെള്ളം കുടിക്കും. ഞാൻ നാട്ടിൽ വന്നിട്ട് നാട്ടിലുണ്ടായിരുന്നപ്പോൾ ചെയ്യാത്തൊരു കാര്യമാണ്. ഇവിടെ വയറ് നിറയാൻ വേണ്ടി വെള്ളമാണ് കുടിക്കുന്നത് ഞങ്ങളൊക്കെ. അപ്പം വെള്ളം കുടിച്ച് മറ്റേ നമ്മളെ ദാഹശമിനിയുടെ വെള്ളമാണ് ഞാൻ അത് തലേന്ന് തന്നെ റെഡിയാക്കി വയ്ക്കും. എന്നിട്ടിരുന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ ലഞ്ച് വയ്ക്കും എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ലാപ്പിൽ കുറച്ച് പ്രോജക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇരുന്ന് ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ, അതായത് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇനിയൊന്നും ഉണ്ടാക്കാനായിട്ട് വയ്യ. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുമെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പം എനിക്ക് കപ്പലണ്ടി ഇഷ്ടമല്ല. എനിക്ക് പൊതുവെ നാട്ടിൽ വെച്ച് ഞാൻ മിച്ചറിൽ നിന്ന് കപ്പലണ്ടി മാറ്റി അങ്ങനെ കഴിക്കുന്നതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ മറ്റേ നമ്മുടെ റോസ്റ്റഡ് മറ്റേ സ്പൈസി കോട്ടഡ് ആയിട്ടുള്ള പീനട്ട് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. ഇതല്ലെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നത് മറ്റേ നമ്മുടെ ആലു ഭുജിയാണ്. അപ്പം ഇത് കഴിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പം അത് കഴിച്ചപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആലോചിക്കുന്നത്? കിളി നല്ല പറഞ്ഞിട്ട്. കാരണം കുറേ നേരം ഉറങ്ങി കഴിയുമ്പോൾ നമ്മളുടെ തലയ്ക്ക് മത്ത് പിടിക്കുമല്ലോ. അങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്തതിന് ശേഷം ലഞ്ച് ഉണ്ടാക്കാനായിട്ട് കയറാമെന്ന് വിചാരിച്ച്. എനിക്ക് സംസാരിക്കാൻ പോലും വയ്യായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഓൺ വോയിസ് കൊടുക്കുന്നത്. ഉറക്കം അത്രയ്ക്ക് മത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. തലയ്ക്ക് പിടിച്ച് ഉറക്കം. കാരണം എൻ്റെ കിളി ഇപ്പം കഴിഞ്ഞിട്ട് ഒരു ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞൊരു അരമണിക്കൂറായി. എന്നിട്ടും അങ്ങോട്ട് ശരിയായില്ല. അപ്പം ലഞ്ച് മുതൽ ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് പോയി കണങ്ങി വയ്യ ഗൈസ്. ഇവിടെ അങ്ങ് തണുപ്പ് തുടങ്ങി. ഫുള്ള് തൊണ്ടയൊക്കെ സീനായിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പോയി ഇനി ലഞ്ച് തൊട്ടുള്ള പരിപാടികൾ കാണാം. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ വിചാരിച്ച ചോറും, ഇത് മുതിരയാണെന്നും പറഞ്ഞ് മേടിച്ച സാധനമാണ്. മുതിരയല്ലത്, ഇതൊരു ദാലാണ്, ബ്ലാക്ക് ദാലാണ്. അപ്പം ഇത് വെച്ചിട്ടൊരു മെഴുക്കുവരട്ടിയും, പിന്നെ ഇതിന്റെ തന്നെ ഞാൻ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ തന്നെ വെള്ളം വെച്ചിട്ട് നമ്മൾ വേവിക്കുമ്പോൾ വെള്ളം കിട്ടൂലേ, അത് വെച്ചിട്ട് രസവും വെക്കാൻ വെച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ 2 കറി കിട്ടുമല്ലോ. അപ്പൊ രസം വെക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതായത് പുളി എടുക്കണമല്ലോ. അപ്പൊ അതിന് വെള്ളം വേണമല്ലോ, ചൂടുവെള്ളത്തിന് പുളി ഇടണമല്ലോ. അപ്പൊ ഞാൻ അത് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. രാവിലെ കിളിപോയ അവസ്ഥയിലായിരുന്നു, അതുകൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പം ഇത്തിരി കുറേ രസം വെച്ച് കഴിഞ്ഞാലേ നാളെ ഉപയോഗിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രസം. അപ്പം ഇതാണ് ലഞ്ച്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, കാരണം എണീക്കാൻ തന്നെ നല്ല ലേറ്റായി. അതായത് 9:30 മണിയായി എഴുന്നേക്കാൻ തന്നെ. അതുകൊണ്ടൊന്നും വെച്ചില്ല. അപ്പം ഞാൻ പോയി ലഞ്ച് വെക്കട്ടെ. ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം. കുക്കിംഗ് ഒക്കെ തീരാറായി. ചോറും കൂടെ വെച്ചാൽ ഇത് രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ രസം. പിന്നെ ഇത് ഉണക്കക്കൊഞ്ചും ആ ഒരു മുതിരയല്ലത്, എന്റെ പേരെന്താ, ദാല് വേവിച്ചത് എന്റെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതും ഉണക്കക്കൊഞ്ചൊക്കെ ഇട്ട് ഒരു മെഴുക്കുവരട്ടി വെക്കാന്ന് വെച്ച്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ്. രസം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറിട്ടിട്ടുണ്ട്. ഞാൻ രസം എന്തായാലും വെച്ചിട്ടുണ്ടല്ലോ. അപ്പം രസം ഇതിനകത്ത് ഇങ്ങനെ മുങ്ങിക്കിടക്കണം, അതാണ് എനിക്കിഷ്ടം. ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് കറി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറേ കറി വേണം. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അതത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല, കാരണം എനിക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ എൻ്റെ രസം ഇങ്ങനെ മുങ്ങിക്കിടക്കണം, കുറേ വേണം. കറിക്കകത്ത് ഇങ്ങനെ മുങ്ങിക്കിടക്കണം എൻ്റെ ചോറ്. അതാണ് തന്നെ. കുറേ രസം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇറങ്ങണം രസം. അപ്പം അതാണ് എൻ്റെ അളവ് രസത്തിൻ്റെ. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ ബ്ലാക്ക് ദാലിന്റെ മെഴുക്കുവരട്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിന്റെ കൂടെ പപ്പടം കൂടെ കഴിക്കാൻ തോന്നുന്നു. അപ്പം ഞാൻ 2 പപ്പടവും കൂടെ പൊരിക്കിട്ടുണ്ട്. പപ്പടവും കൂടി വെച്ച് കഴിയുമ്പോൾ കുറച്ച് അച്ചാറും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതൊരു ആഡംബരമാണ് അച്ചാറ്. എന്നാലും അച്ചാറിടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ചോറുണ്ട്, രസമുണ്ട്. എനിക്ക് തോന്നുന്നു ചോറ് നല്ല പെർഫെക്റ്റ് വേവായി.
ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു. പിന്നെ നമ്മളുടെ മെഴുക്കുരട്ടിയുണ്ട്, പപ്പടം പൊരിച്ചതുണ്ട്, വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട മാങ്ങാച്ചാറുണ്ട്, ചമ്മന്തിപ്പൊടിയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആഡംബരമായിപ്പോൾ. അപ്പം വേണ്ട ഇത് നല്ല ചൂട് ദാഹശമനിയിട്ട വെള്ളം. ഫുഡ് പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്തോ. എന്തായാലും പുതിയതായിട്ട് മേടിച്ച മറ്റില്ലേ കോലി കണക്കത്തെ സാധനം, ഇവിടെ എല്ലാവരും അത് ഉപയോഗിക്കണം. പക്ഷേ ചോറ് ഇത്തിരിയും കൂടി രസത്തിന് ഉപ്പ് കൂടിപ്പോയി. നല്ല ഫുഡാണ്. ഞാൻ തന്നെ വെക്കുന്നതുകൊണ്ട് നീ ഇപ്പോൾ കോളേജിൽ നിന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ല. നമ്മൾ വീട്ടിൽ വെച്ച ഫുഡ് കഴിച്ച് വെച്ച് ശീലമായി. മെഴുക്കുരട്ടി നല്ല ടേസ്റ്റാണ്. വെള്ളം കൂടി ആകുമ്പം ചൂട് വെള്ളം, ഞാൻ ചൂട് ഫുഡിൻ്റെ കൂടെ ചൂട് വെള്ളം കുടിച്ചു. അതാണ്. നീ വീട്ടിലുണ്ടായിരിക്കുമ്പം ഇഷ്ടംപോലെ കറി വയ്ക്കും, കുറേ കറിയാ. അച്ചാറൊന്നും വലുതായിട്ട് ഉപയോഗിക്കത്തില്ല, കാരണം അച്ചാറിൻ്റെ ആവശ്യമില്ല, അത്രയ്ക്ക് കറി ഉണ്ടല്ലോ. കുഴപ്പമില്ല, ഇതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. ഹോസ്റ്റലില് കോളേജിൻ്റെ അകത്ത് നിൽക്കുന്ന ഹോസ്റ്റലിലുള്ള പിള്ളേരൊക്കെ എന്നും വയറിന് അസുഖമാണ്. ഞാൻ ഇങ്ങനെ ഇതൊക്കെ വെച്ച് വീഡിയോ ഒക്കെ ഇടുമ്പം അവർക്ക് ഭയങ്കര വിഷമമാണ്. അത്രയ്ക്ക് മോശം ഫുഡാണ് എല്ലാ ഹോസ്റ്റലിലും. അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും മധുരം ഞാൻ കഴിക്കുമായിരിക്കും, എന്തെങ്കിലും കഴിക്കും, അതങ്ങനെയാണല്ലോ. പക്ഷെ ചോറ് എനിക്ക് തോന്നുന്നു ഇത്തിരിയും കൂടെ വെന്താ കൊള്ളാമെന്നുണ്ട്, കാരണം ചൂട് പോകുമ്പോൾ ഇത്തിരി കട്ടിയാവുമോ എന്നൊരു സംശയം. അപ്പം നോക്കാം. രാത്രി ഇത് തന്നെ ആയിരിക്കും കഴിക്കുന്ന, പ്രത്യേകിച്ച് രാത്രി ഒന്നും വെക്കത്തില്ല. അപ്പം ഇനി എന്തെങ്കിലും കഴിക്കുമ്പോൾ കാണിക്കാം. ഇതൊരു വോട്ട് ഈറ്റിനിടെയാണ്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ കഴിക്കട്ടെ. നല്ല സൂപ്പർ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം എന്തെങ്കിലും മധുരം കഴിക്കണമല്ലോ. അങ്ങനെ മറ്റേ ഇത് തെങ്കാശി ഹൽവയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തെങ്കാശി ഹൽവ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്, അതിൽ നിന്ന് കുറച്ച് കഴിക്കാം. ഇതാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും ഈ ഹലുവ കട്ടിയാവുന്നില്ല. ഇവർക്ക് സൂപ്പർ ഹലുവയാണ് കേട്ടോ, അടിപൊളി ഹലുവയാണ്. നാക്കിൽ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോവാം, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് മധുരം ഇഷ്ടമല്ല, പക്ഷെ ഈ ഹലുവ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും, അത്ര മിനിമം മധുരമാണ്. ഇത് ഏത് ഹലുവയാണെന്ന് എനിക്കറിയത്തില്ല, അരിയാന്ന് തോന്നുന്നു, ഗോതമ്പോ, എനിക്കറിയില്ല. നമ്മളെന്തിനാ ഇതൊക്കെ അറിയുന്നത്, തിന്നാ പോരെ. സൂപ്പർ ഹലുവയാണ് കേട്ടോ, അടിപൊളി ഹലുവയാണ്. കഴിച്ചിട്ടുള്ളവർ കമന്റ് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയാൻ വയ്യ, കാരണം ഇതിട്ടേ ഫാൻ ഇട്ടേക്കണം. മുടിയെ പട്ടി പോലെ, കുളിക്കണം, വൈകുന്നേരം കുളിക്കണം. അടിപൊളി ടേസ്റ്റാണ്. തീരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ള വിഷമം. സാധാരണ നമ്മൾ ഹലുവ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കട്ടിയാവുമല്ലോ, അല്ല. സൂപ്പർ ടേസ്റ്റാ. കഴിഞ്ഞു. അപ്പം ഇനി എന്തെങ്കിലും കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ. ഒരു 7:30 മണിയൊക്കെ ആയപ്പം എനിക്ക് നൂഡിൽസ് കഴിക്കാൻ തോന്നി. അങ്ങനെ അതിൻ്റെ നൂഡിൽസും ചില്ലി സോസാണ്, ഇത് നൂഡിൽസ്, പിന്നെ വെള്ളമുണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച്. ഒരു കോലമായി. അതായത് എനിക്ക് കുറെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ താഴെ പിള്ളേരിടണം നല്ല നല്ല തണുപ്പാണ് കേട്ടോ അവിടെ. ഞാനിപ്പോൾ എൻ്റെ റൂമിൻ്റെ പുറത്ത് ഇരിക്കാൻ സ്ഥലമുണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. നൂഡിൽസൊക്കെ കഴിച്ച് നല്ല ചൂട് നൂഡിൽസും നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പാ. കഴിയാന്ന് വെച്ചു.
കാലാവസ്ഥയിലും മാഗി അല്ലത് ഇവിടുത്തെ ഏതൊരു ബ്രാൻഡാണ്. ഇവിടുത്തെ ബ്രാൻഡും അല്ല, ഫസ്റ്റ് ക്രോപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഓഫർ കിട്ടിയപ്പം 3 എണ്ണം ഒരുമിച്ച് അങ്ങ് മേടിച്ചു. അപ്പൊ എന്തായാലും തീരാറായി, 1 മാസം പോലും ആയില്ല. നമ്മള് മത്സരിച്ചിരുന്ന് തിന്നുവാണ്. ഇവിടെ ലൈറ്റ് ഉണ്ടോ എന്നൊന്നും അറിയാൻ വയ്യ, പക്ഷെ ഇത്രേ ഉള്ളു. പുറത്തായുണ്ടാവും രാത്രി. ഇപ്പം ഭയങ്കര നേരത്തെ ഇവിടെ സൂര്യൻ അസ്തമിക്കും. അതായത് ഒരു 5:30 മണിയൊക്കെ ആകുമ്പോ ഇവിടെ സൂര്യൻ അസ്തമിക്കും. പിന്നെ ഇരുട്ടാ. 9 മണി ആയണക്കാ. കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. താഴെ കിടന്ന് ഇത്രയും കിടന്ന് സംസാരിക്കുവാണ് ഗൈസ്. മരുന്ന് കഴിക്കാം, ചുമ്മാ വ്ളോഗൊക്കെ കണ്ട് കഴിക്കാം. നല്ല ചൂട്. കഴിക്കട്ടെ. തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് രാത്രിയിലത്തെ ഫുഡ് എടുത്തിട്ടാണ്. ചോറ് രാത്രി ഉച്ചയ്ക്ക് കഴിച്ച സാധനം തന്നെ. ചോറ്, മെഴുക്കുരട്ടി, രസമുണ്ട്. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചൂരച്ചാറാണ്, ഫിഷ് പിക്കിൾ. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങ അച്ചാറും. അപ്പോ കഴിക്കട്ടെ. ബാക്കിലെ പൈപ്പിൽ ചാരി ഇരുന്നപ്പോ ബാക്കിലെ പൈപ്പിൽ നിന്ന് വെള്ളം വന്നാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഒരു വോട്ട് 8 ഡേ എടുക്കാന്ന് വെച്ചാൽ കോളേജിൽ പോകുന്ന സമയത്ത് ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല. അപ്പം ഇന്ന് കോളേജ് ഇല്ലാത്ത ദിവസമായിരുന്നു, അപ്പൊ എടുക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഒരു വോട്ട് 8 ഡേ ആയിരുന്നു. മാക്സിമം വലുത് ലോങ് ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുമാത്രം ശരിയായിട്ടുണ്ടെന്ന് അറിയത്തില്ല. പിന്നെന്താ, ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് വോട്ട് 8 ഡേ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ സമയമില്ല, ഇപ്പൊ വീഡിയോ എടുക്കാൻ പോലും സമയമില്ല. അപ്പോൾ ഞാൻ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അവസാനമൊന്നും എടുത്തില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്, പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതും കൂടി എല്ലാവരും ഫോളോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ശരി, ബൈ.